ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ്. കൂവ കൊണ്ട് ഹൽവ. നിങ്ങൾ പലർക്കും അറിയായിരിക്കും കൂവപ്പൊടി മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത്യാവശ്യം നല്ല വിലയുള്ളതാണ്. ഞാനിപ്പോൾ കൂവ കളച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും ഇങ്ങനെ ഒരു പ്രത്യേക സീസണായ കൂവപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയായിരുന്നു. ഇത് നമ്മുടെ സാധാരണ കൂവയല്ല, 2 ടൈപ്പ് ഉണ്ട്. ഇത് വെള്ളക്കൂവയാണ്, നീലക്കൂവ വേറെ ഉണ്ട്. അതും നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ അതും ഉണ്ട്. മിക്ക പറമ്പുകളിലും പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടായതല്ല, ഞാൻ വിത്ത് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്കിത് വലിയ ഇഷ്ടമാണ് ഈ സംഭവം. അപ്പോൾ അതൊരു ഡിസംബർ ജനുവരി ആ സമയത്താണ് ഇത് കളിച്ചെടുക്കുക. ആ സമയത്താണ് ശരിക്കും ഇതിന് നല്ല വിത്ത് ഉണ്ടാവുക. അപ്പോൾ വെള്ളക്കൂവ എന്ന് പറയും, വിലാത്തിക്കൂവ എന്ന് പറയും, വിലാത്തിച്ചേമ്പ് എന്ന് പറയും, നനക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ശരിക്കും ഇപ്പോഴത്തെ കാലത്തൊന്നും ആരും ഇതങ്ങനെ പ്രത്യേകിച്ച് ഹൽവയൊന്നും ചെയ്യാറില്ല. ഇത് പണ്ട് കാലത്തൊക്കെ ഇതിങ്ങനെ പുഴുങ്ങി നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങണ പോലെ കഴിച്ചിരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ വ്യത്യസ്തമായിട്ടൊരു ഹൽവ ഇതുകൊണ്ട് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് സംഭവം. പലരും കണ്ടിട്ടുണ്ടാവും, അധികം അങ്ങനെ യൂസ് ചെയ്യാറുണ്ടാവില്ല. അപ്പോൾ നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ഞാൻ ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് പുഴുങ്ങി കഴിക്കാനും ടേസ്റ്റാണ്, പക്ഷേ ഹൽവ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ല. നമ്മൾ ചേമ്പൊക്കെ പുഴുങ്ങി തിന്നൂലേ, അതുപോലെയാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിയാൽ ടേസ്റ്റൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കത് പൊടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് ഇടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണ ഈ ചെറിയ ഉരലിലിട്ടിട്ട് ചതച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടാവും ഇതുപോലത്തെ ഉരൽ. പിന്നെ കല്ലിൻ്റെ ഉണ്ട്, മരത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ സ്റ്റീലിൻ്റെയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ സാധാ ഉരലുണ്ടല്ലോ, നമ്മൾ അരിയൊക്കെ ഇടിക്കണ ഉരൽ, അതിൽ ചെയ്യാം. അല്ലെങ്കിൽ അമ്മിയിൽ, നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കണ അമ്മിയിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ചെയ്യാം. അതൊന്നും അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല, അരഞ്ഞ് കിട്ടണം അല്ലെങ്കിൽ ചതഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇതാ ഇതുപോലെ ആയി കിട്ടണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിക്സി ആയുസ് കുറഞ്ഞു പോവും. കാരണം കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ പരമാവധി മിക്സി ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അതുപോലെ ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് പിന്നെ മിക്സിയിൽ അരയ്ക്കുകയാണെങ്കിൽ അത്രത്തോളം പ്രശ്നം വരില്ല. ഞാൻ അങ്ങനെ കുറേശ്ശെ ഇട്ടിട്ടാണ് ചതച്ചെടുത്തത്. നമ്മുടെ ഉരലിലാണ് ഇടിക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഒരു വലിയൊരു പാത്രത്തിൽ, കുറച്ച് വായവട്ടമുള്ള വലിയൊരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ചിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം. അതിൻ്റെ മുകളിൽ ഞാനൊരു തോർത്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. തോർത്ത് തന്നെ വേണമെന്നില്ല, 7 അടുപ്പുള്ള വൃത്തിയുള്ളൊരു തുണിയായാൽ മതി, ഏതായാലും കുഴപ്പമില്ല. നമ്മുടെ ഡബിൾ മുണ്ടൊക്കെ ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല. ഏതായാലും വൃത്തിയുള്ളൊരു തുണി ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ ഈ വേസ്റ്റ് ഭാഗമൊന്നും പാത്രത്തിലേക്ക് പോകാനും പാടില്ല, എന്നാൽ പൊടി താഴേക്ക് അങ്ങ് പോവും വേണം. ആ രീതിയിലുള്ളൊരു തുണിയാണ് കെട്ടിക്കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല. നമുക്കൊരു 4-5 വിത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇട്ട ഉടനെ അങ്ങ് പിഴിഞ്ഞ് എടുക്കരുത്. അതിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെയാകുമ്പം ഈ പൊടിയെല്ലാം ഇതിൻ്റെ താഴേക്ക് പോവും, ഇതിൻ്റെ ഈ വേസ്റ്റ് എല്ലാം മുകളിൽ തന്നെ നിൽക്കും ചെയ്യും. പൊടി നല്ല പ്യുവർ വൈറ്റ് കളറാണ് ഉണ്ടാവുക. അപ്പം ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ്. ധനുമാസത്തിൽ, മലയാളം മാസം ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കുന്നൊരു വിഭവമാണിത്. അതുകൊണ്ടായിരിക്കും ഈ ധനുമാസത്തിലാണിത് നമ്മൾ പറിച്ചെടുക്കുക. പൊടി ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ ഉണക്കി സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, കാരണം വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഞാനിത് കളച്ചെടുത്തതിന് ശേഷം നല്ല മഴയാണ് 2-3 ദിവസമായിട്ട്. അതുകൊണ്ട് ഞാനത് വെയിലത്തിട്ട് ഉണക്കാനൊന്നും നിന്നില്ല. മാത്രമല്ല ഇത് വളരെ കുറച്ചേ ഉള്ളൂ, ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം പാത്രത്തിൽ കാണിച്ചല്ലോ, അത്രയേ ഉള്ളൂ. കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ മൊത്തം പിഴിഞ്ഞെടുത്തു. ഇപ്പോൾ ഇതാ കണ്ടോ, ഒരുമാതിരി ബ്രൗൺ കളറിലുള്ള വെള്ളമാണുള്ളത്. ഇനി നമ്മൾ ഈ തോർത്തൊന്ന് അഴിച്ചെടുക്കുകയാണ് ഇതിന്ന്. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ വേസ്റ്റ് ഒന്നും ആ വെള്ളത്തിലേക്ക് വീഴാതെ പ്രത്യേകം നോക്കണം. അതിനുവേണ്ടിയാണ് തോർത്ത് ഞാനവിടെ മുറുക്കി കെട്ടി വെച്ചത്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇത് ഒന്ന് അടച്ച് വെക്കുകയാണ്. അനക്കാതെ വെക്കുക. ഒരു 4 മണിക്കൂർ നേരം മിനിമം അങ്ങനെ വെക്കുക. ഇതാണ് കേട്ടോ നമ്മൾ
പിഴിഞ്ഞ് മാറ്റിയിട്ടുള്ള ഈ വേസ്റ്റ് ഇതിനി ഒന്നിനും പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടിയൊക്കെ പിഴിഞ്ഞ് നോക്കാം, കുറച്ച് പൊടിയൊക്കെ കിട്ടും. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പിഴിഞ്ഞതങ്ങ് കളഞ്ഞു. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ വെള്ളം കണ്ടോ ഒരു പ്രത്യേക കളറിലായിരിക്കുന്നത്. അതിനി നമ്മളൊന്ന് കളയണം. ഈ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെയാണ് പൊടി ഉണ്ടാവുക. പ്രത്യേകം സൂക്ഷിക്കേണ്ടത് സാവധാനത്തിൽ വേണം വെള്ളം കളയാൻ. ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പൊടിയും കൂടി ആ കൂട്ടത്തിൽ അങ്ങ് പോവും. അപ്പോൾ ഇതാ കണ്ടോ പാത്രത്തിൻ്റെ ഏറ്റവും താഴെയാണ്. ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം. പാത്രത്തിൻ്റെ ഏറ്റവും താഴെയാണ് നല്ല പ്യൂർ വൈറ്റ് കളറിൽ പൊടി വന്ന് നിൽക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ വീണ്ടും വെള്ളം നിറയ്ക്കുക. അങ്ങനെ ഒരു 3 തവണ ചെയ്യണം. ഈ വെള്ളം ഇങ്ങനെ നിറയെ ആക്കിയിട്ട് അടച്ചു വയ്ക്കുക. ഒരു 4 മണിക്കൂർ കഴിയുമ്പം ആ വെള്ളം മാത്രം അങ്ങ് കളയുക. വീണ്ടും ചെയ്യുക. അപ്പോൾ നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള പൊടി അതുപോലെ വെള്ളം സാധാ വെള്ളത്തിൻ്റെ കളറിലും ആയിട്ട് വരും. നേരത്തെ വെള്ളം ഒരു ബ്രൗൺ കളറായിരുന്നില്ലേ, ഒരു മണ്ണിൻ്റെയൊക്കെ കളർ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ പോവും. ഇപ്പോൾ കണ്ടോ വെള്ളം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ പൊടി നല്ല വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ് കേട്ടോ. 2ാമത്തെ തവണയുള്ളത് ഞാൻ കാണിച്ചിട്ടില്ല. മൊത്തം 3 തവണ ചെയ്യണം. ഇതാണ് സംഭവം. നല്ല പ്യുവർ വൈറ്റ്. നമ്മുടെ വേസ്റ്റ് ഒന്നും ഇതിലേക്ക് ആവരുത്. അങ്ങനെ ആക്കാതെ നൈസായിട്ടുള്ള പൊടിയാണ്. ഉണക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ സൂക്ഷിക്കാൻ പറ്റും. മാർക്കറ്റിൽ നല്ല വിലയുള്ളൊരു സംഭവം കൂടിയാണിത്. അപ്പോൾ ഞാൻ പരമാവധി വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇളക്കാതെ വെച്ചാൽ മതി. അപ്പോൾ വെള്ളം മുകളിലേക്ക് വരുമല്ലോ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനൊരു കണ്ടെയ്നറിലാക്കി ഇങ്ങനെ ഞാൻ ഫ്രീസറിൽ വെക്കുക ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനി ഇത് വെച്ചിട്ട് ഹൽവ ഉണ്ടാക്കാൻ പോവുകയാണ്. പരമാവധി വെള്ളം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ആദ്യം ഹൽവയിലേക്കുള്ള അണ്ടിപ്പരിപ്പ് അതുപോലെ തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കുകയാണ്. ആദ്യം നെയ്യൊഴിച്ചു, തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഇതൊന്നും വേണമെന്നില്ല. ഞാൻ പിന്നെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ തേങ്ങ ചിരവിയത് നെയ്യിൽ വറുത്തിട്ടിട്ട് കൊടുക്കാം. ഇനി തേങ്ങ ചിരവിയത് വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഉണ്ടെങ്കിൽ അതൊക്കെ ഇടുക. മുന്തിരി ഉണ്ടെങ്കിൽ അത് ഇടാം, പൊട്ടുകടല ഉണ്ടെങ്കിൽ ഇടാം, ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം വറുത്ത ഐറ്റംസ് എല്ലാം അവിടെ മാറ്റി വെച്ചു. ഇനി ഞാൻ ടോട്ടൽ നമുക്ക് കിട്ടിയ പൊടി ഇതാ ഈ പാത്രത്തിൽ കാണുന്ന അത്രയേ ഉള്ളൂ. അതിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഹൽവ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ ഞാൻ അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പക്ഷേ ഇളക്കി വന്നപ്പോൾ 1 കപ്പ് വെള്ളമൊന്നും പോരാ ശരിക്ക്. ഞാനൊരു കപ്പേ ഒഴിച്ചുള്ളൂ. പിന്നെ ബാക്കി 1 കപ്പ് ഞാൻ പിന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. വെള്ളം എത്ര ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അത് തിളയ്ക്കുമ്പോൾ അങ്ങനെ കുറുകി വന്നോളും. ഇത് കട്ടയൊക്കെ ഉടച്ച് ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ശർക്കര എത്ര വേണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല മധുരം ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ശർക്കര വെള്ളത്തിന് ഒരു ഇളം ചൂടുണ്ടായിരുന്നു. അരിച്ച് തിളപ്പിച്ച് അരിച്ചതൊക്കെയാണ്. പക്ഷേ ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒഴിക്കുമ്പോൾ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഒരു 3 ഏലക്കായ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അതിടാം. ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം. ഇനി കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടോ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് തന്നെ ആവും. ഇത് ഒരുപാട് സമയത്തെ വേവൊന്നും ഇല്ല ഇതിന്. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ താഴേന്ന് ഇങ്ങനെ കട്ടിയായി വന്നു തുടങ്ങി. വെള്ളം കുറച്ച് കുറവാണ് തോന്നിയപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് വെള്ളം ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ്. നേരത്തെ തന്നെ ഒഴിച്ചാൽ മതി ശരിക്കും. നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ചില്ല. ആ സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ മതിയായിരുന്നു. ഞാനത് തന്നെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം കൂടി പിന്നെ ഒഴിച്ചു കൊടുത്തു. അതൊക്കെ ഒരു ഏകദേശം കണക്കിന് അങ്ങ് എടുത്താൽ മതി. ഇനിയിപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചധികം സമയം ഇങ്ങനെ അടുപ്പത്ത് വെച്ചൊന്ന് കുറുക്കിയെടുക്കണം എന്നേ ഉള്ളൂ. കൈ എടുക്കാതെ തന്നെ ഇളക്കണം. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണ്. ഇനിയിപ്പോൾ ഉരുളിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. വേവാനൊന്നും ഒരുപാട് സമയം ഒന്നും വേണ്ട. ഒരുമാതിരി ഒന്ന് റെഡിയായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് അതുപോലെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഇതിലൊന്ന് മിക്സ് ആവണം. അത് വേവാനൊന്നുമില്ല, നമ്മൾ നെയ്യിൽ വറുത്തിട്ടിട്ടുള്ളതാണ്. അപ്പോൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നൊരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്.
നമ്മൾ വളരെ കുറച്ചേ നമുക്ക് കൂവ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 10-12 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു നെയ്യ് പുരട്ടിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഏത് ഷേപ്പിലാണ് ഹൽവ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് മാറ്റി ചൂടോടുകൂടി തന്നെ അതിലേക്ക് മാറ്റി, ഇല്ലെങ്കിൽ അത് ഏത് പാത്രത്തിലാണോ ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ അങ്ങ് സെറ്റാവും. അപ്പോൾ ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള പാത്രത്തിലേക്ക് മാറ്റി. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും ഈവനായിട്ടൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ചെയ്യണത് പോലെ. ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കത് ഡിമോൾഡ് ചെയ്യാം. അപ്പോൾ ഇത് ചൂടാറിയപ്പോൾ ഞാൻ ഒരു വാഴയിലയിലേക്കൊന്ന് ഡിമോൾഡ് ചെയ്ത് കാണിക്കാം. ഇതാ കണ്ടോ, നല്ല കിഡ്ലൻ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. കാര്യമായിട്ടൊരു ചിലവും കൂടാതെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീസണാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്